സംഗീതം ഒരിക്കൽ ആത്മാവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു തരം ആത്മാവ് തന്നെയാണ്. പിന്നീട് അതൊരിക്കലും എടുത്തു മാറ്റാനാവുകയില്ല. പ്രസിദ്ധ ഇംഗ്ലീഷ് എഴുത്തുകാരനായ എഡ്വേർഡ് ബുൾവറിന്റെ വാചകങ്ങളാണിവ. ഈ വാചകങ്ങളെ അന്വർത്ഥമാക്കുന്ന ഒരു അനുഗ്രഹീത വൈദിക ശ്രേഷ്ഠനാണ് ഇന്ന് എസ്എച്ച്വിഷനോടൊപ്പം ചേരുന്നത്. 70,000-ലധികം സംഗീതങ്ങളുടെ രചയിതാവും എഴുത്തുകാരനും സാഹിത്യകാരനും ഒപ്പം തന്നെ CMI സഭയുടെയും കേരളത്തിലെ പ്രസിദ്ധമായ പല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും പ്രസിദ്ധമായ പല പങ്കുവഹിച്ച വ്യക്തിത്വവും, നിലവിൽ കൊച്ചി കലാഭവന്റെ പ്രസിഡന്റും അനേക അവാർഡ് ജേതാവും, ഒപ്പം തന്നെ 2025 പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതുമായ റവറൻ ഫാദർ ഡോക്ടർ കുനിയന്തോടത്തച്ഛനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അച്ഛൻ നമസ്കാരം. അച്ഛൻ, ഇപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ അച്ഛൻ ഈ പഴയ കാലത്ത് അച്ഛൻ്റെ ക്രിസ്മസ് നാളുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ? ഞാൻ പ്രത്യേകമായി ഇന്നിപ്പോൾ അനുസ്മരിക്കുന്നത്, ഒരിക്കൽ വത്തിക്കാനിൽ എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ളൊരു അവസരമുണ്ടായി. അന്ന് അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നു, അതവിടെ സ്ഥാപിച്ചു. അതിനുശേഷം ഒരു പുൽക്കൂട് കൊണ്ടുവന്നു, അവിടെ അത് എനിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ അവിടെ പങ്കുചേരാൻ സാധിച്ചു. നിരവധി ആൾക്കാർ പല ദേശങ്ങളിൽ നിന്ന് അവിടെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ അതൊരിക്കലും മായാത്ത ഓർമ്മയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലകൊള്ളുകയാണ്. പണ്ട് അച്ഛൻ ഈ വീട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചത് ഓർമ്മയിലുണ്ടോ? സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷങ്ങളൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഓർക്കാനായിട്ട് 50-60 കൊല്ലത്തിൻ്റെ മുൻപ് നടന്ന സംഭവമാണ്. അപ്പം അത് ചെറിയ രീതിയിലാണ് ഞങ്ങൾ, പക്ഷേ ക്രിസ്മസ് കരോളുണ്ടായിരുന്നു. കരോളിന് എല്ലാ വീടുകളിലും പോകും. അങ്ങനെ പാട്ടുകളെ പാടി ആ ക്രിസ്മസ് കരോൾ ആഘോഷിച്ചതിൻ്റെയാണ് പ്രത്യേകിച്ച് ഓർമ്മ. പിന്നെ പള്ളിയിൽ ഞങ്ങളെല്ലാവരും സജീവമായിരുന്നു. പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ പങ്കുചേർന്നിരുന്നു. എല്ലാവരും ഒരുമിച്ച് അത് വലിയൊരു ആഘോഷമായി പകർത്തിയിരുന്നു. അച്ഛൻ ഈ ലോകയ്ക്കുള്ളിലെ ഒരു കലാകാരൻ എന്നൊരു വിശേഷണം ഞാൻ നൽകിയാൽ അച്ഛൻ അതിനെന്തായിരിക്കും പറയുന്നത്? എനിക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10-60 വർഷമായി. ആ 60 വർഷങ്ങൾക്കകം എഴുതിയിട്ടുള്ളത് എന്തുമാത്രമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ 70,000 ഗാനങ്ങൾ, അതുപോലെ തന്നെ 150 പുസ്തകങ്ങൾ എഴുതി, 60ഓളം അവാർഡുകൾ സ്വീകരിച്ചു. അപ്പോൾ ഇതെല്ലാം ഈ രചനയുടെ മനുഷ്യനായതുകൊണ്ടാണ് സാധിച്ചത്. അതോടൊപ്പം എനിക്ക് ധാരാളം കാസറ്റുകൾ ഇറക്കാൻ സാധിച്ചു. 800-ലധികം ഗാനങ്ങൾ ഞാൻ തന്നെ സംഗീതം നൽകി. യേശുദാസ് ഉൾപ്പെടെ നിരവധി സംഗീതജ്ഞർ എൻ്റെ കൂടെ പ്രവർത്തിച്ചു. യേശുദാസിനെ പോലെ ഒരു പാട്ട് പഠിപ്പിക്കാൻ സാധിച്ചു. അതെ, അച്ഛൻ്റെ പാട്ടുകൾ ഇപ്പം എന്താ പറയുന്നത്, കേരളത്തിലെ നമ്മുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KS ചിത്രയും ഗാനഗന്ധർവനും എല്ലാ പ്രസിദ്ധരായ എല്ലാവരും പാടിയിരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അപ്പോൾ ഇപ്പോൾ ഈ 70,000-ലധികം പാട്ടുകളിൽ വരെ എത്തി നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഇതിലോട്ട് കടന്നു വന്ന ഒരു ഇതും, അല്ലെങ്കിൽ ഈ ദൈവം തന്നെ ഈ താലന്തിനെ മനസ്സിലാക്കിയ ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അച്ഛനിപ്പോൾ ആദ്യമായിട്ട് എഴുതിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ആദ്യം എഴുതിയത് സ്വർഗീയ വീണകൾ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2 വരികൾ. സ്വർഗീയ വീണകൾ മീട്ടു നിങ്ങൾ വെണ്ണിലെ മാലാഖമാരെ എന്ന പാട്ടായിരുന്നു ആദ്യമായിട്ട്. അതെ അതെ. അപ്പോൾ ഈ ഒരു ഇത് താലന്തിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? അത് പിന്നെ റേഡിയോയിൽ വന്നു വെച്ചാൽ എല്ലായിടത്തും അത് അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ പിന്നെ റേഡിയോയിലേക്ക് ഞാൻ ഗാനങ്ങൾ എഴുതി. പിന്നീട് ഞാൻ ധർമാരാം കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ എല്ലാവരും എന്നെ കൊണ്ട് ധാരാളം ഗാനങ്ങൾ എഴുതിച്ചു. അവിടെ പള്ളിയിൽ പാടാനും എല്ലാത്തിനും ഉപകരിച്ചിരുന്ന നിരവധി ഗാനങ്ങൾ അങ്ങനെ രചിക്കുവാൻ സാധിച്ചു. തുടർന്ന് ഗാനരചന തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം ഞാനിവിടെ തേവര കോളേജിലാണ് പഠിച്ചത്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോൾ മമ്മൂട്ടി എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധം വളരെ അധികമല്ലെങ്കിലും കുറച്ച് സൗഹൃദം പിന്നീടും പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രീ ഡിഗ്രി കാലത്ത് കൈമാ പർമൻ എന്ന പ്രസിദ്ധനായ കലാകാരൻ വന്നു. അങ്ങനെ അദ്ദേഹം എന്നെക്കൊണ്ട് കുറേ ഗാനങ്ങൾ എഴുതിച്ചു. അത് തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ ആ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അച്ഛനിപ്പോൾ തേവര കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയായി വന്ന് പിന്നീട് അച്ഛൻ ഇവിടുത്തെ മാനേജർ വരെ ആയി എന്നുള്ളത്. അതിൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം. അതിന് മുമ്പ് അച്ഛൻ അച്ഛൻ ഇത്രയും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് വിവിധ തരത്തിലുള്ള പാട്ടുകളുണ്ട്. അതായത് ഇപ്പം കുട്ടികൾക്കുള്ളതുണ്ട്. 4000 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ ആരാധന ഗീതമുണ്ട്. 4000 കവിതകൾ എഴുതിയിട്ടുണ്ട്. 4000 കവിതകൾ എഴുതിയിട്ടുണ്ട്. അതെ. കത്തോലിക്ക സഭയിലെ ആരാധനാ ഗീതങ്ങളുണ്ട്, ക്രിസ്തീയ ഗാനങ്ങളുണ്ട്. അങ്ങനെ വലിയ ഒരു ഇതാണുള്ളത്. അതിലൊരു പ്രശസ്തമായ ഒരു വാചകമുണ്ട്, വേർ വേർഡ്സ് ഫെയിൽ മ്യൂസിക് സ്പീക്സ് എന്നൊരു. ഈ മ്യൂസിക് എത്രമാത്രം പവർഫുൾ ആണ് അച്ഛൻ്റെ ഒരു? മ്യൂസിക്കാണ് നമ്മെ കൂടുതൽ സ്വാധീനിക്കുന്നത്. കാരണം എപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നു, നമ്മൾ ഏത് യാത്ര ചെയ്യുമ്പോഴും ആ സംഗീതത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കുന്നു. അതുപോലെ അതിലൂടെ ദൈവത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നു. അത് വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും.
അപ്പോൾ നമ്മൾ ഈ കോളേജിന്റെ ഇതിലോട്ട് വരാം. ഈ തേവര കോളേജിന്റെ ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ അച്ഛനോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ ഡിഗ്രി മുതൽ അവസാനം ഇവിടുത്തെ അതിന്റെ ഉന്നത പദവിയിൽ വരെ എത്തി. അപ്പോൾ അച്ഛൻ ഈ കോളേജിന്റെ ഓരോ മാറ്റങ്ങളെയും മാറി മാറി കണ്ട ഒരു വ്യക്തിത്വമാണ്. അതെ അതെ. എങ്ങനെയാണ് അത്? ഞാൻ 1968 ഇവിടെ പ്രീ ഡിഗ്രി പഠിക്കാൻ വരുന്നത്. ആ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നല്ലൊരു സുഹൃത്ത് വലയുണ്ടായിരുന്നു. കുട്ടികളെല്ലാം വളരെ താല്പര്യത്തോടെ എന്നോട് പെരുമാറിയിരുന്നു. അങ്ങനെ ഈ ഒരു ബ്രദറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കാലങ്ങളിലെല്ലാം ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എനിക്കറിയാമായിരുന്നു. 69 ഇവിടെ ഒരു വലിയൊരു സമരം നടന്നു. ഏറ്റവും വലിയൊരു സമരം എന്ന് പറയാം. ഇവിടെ തല്ലി പൊളിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ. അതിൻ്റെ ഒരു ഓർമ്മയും ഉണ്ട്. ഇവിടെ അന്ന് ബിഷപ്പ് ഗ്രേഷ്യൻ എന്ന ബിഷപ്പായിട്ടില്ല, ഇവിടെ പഠിപ്പിച്ചിരുന്നു മാത്തമാറ്റിക്സ്. ഒരു കുട്ടി ഈ തല്ലിപ്പൊളിക്കുന്നതിനിടയിൽ താഴെ വീണിട്ട് പിതാവ് ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ചികിത്സിച്ചു. അപ്പോൾ അന്നൊക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? അന്ന് സംഘർഷം ഉണ്ടാകാനായിട്ട് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് വേണ്ട എന്നാണ് കുട്ടികൾ വാദിച്ചത്. പ്രിൻസിപ്പൽ സ്ഥാനം എല്ലാ അവരോടുകൂടി ചേർന്ന് വേണം, അങ്ങനെ നേരിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വാദിക്കുന്നതാണ്. പക്ഷേ യൂണിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അന്ന് യൂണിയൻ അത്ര ഒരു ശക്തിയല്ല. എങ്കിലും അന്നത്തെ പ്രഗത്ഭരായ പലരും, വേണുഗോപാൽ, മറ്റേ വലിയ നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇവിടെ പഠിച്ചിരുന്നു. അവരൊക്കെ ഞാൻ പക്ഷേ ഇതൊക്കെ നോക്കിക്കണ്ടാണ്, ഈ തല്ലിപ്പൊളിക്കൊക്കെ നോക്കിക്കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. പിന്നെ അത് ഇതായി. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് BA മലയാളത്തിന് ചേർന്നു. മലയാളത്തിന് ചേർന്നപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഉലകന്തർ സാറ്, മാത്യു ഉലകന്തർ സാറ്, അഗസ്റ്റിൻ കൊമ്മറ്റ സാറ്, മുരളി സാറ്, ഇവരൊക്കെ നല്ല അധ്യാപകരായിരുന്നു. അതോടൊപ്പം ഒരു എഴുത്തുകാരനായ അധ്യാപകൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് പടിഞ്ഞാറേക്കര. പക്ഷേ അദ്ദേഹം നല്ല എഴുത്തുകാരനാണെങ്കിലും അധ്യാപകൻ എന്ന നിലയിൽ വളരെ പരാജയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മാസത്തിലധികം ഇവിടെ ഇരുന്ന് സമരം ചെയ്തു പ്രിൻസിപ്പലിൻ്റെ കൂടെ വാതിക്ക്. അതോടുകൂടി മലയാളം BA നിർത്തിക്കളഞ്ഞു. അങ്ങനെയാണ് തേവര കോളേജ് BA മലയാളം ഇല്ലാണ്ടായത്. അപ്പോൾ തേവര കോളേജിൽ ഡിഗ്രി പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് മഹാരാജാസിലോട്ട് പോവുകയാണ് ഉണ്ടായതല്ലേ? അല്ല, അതിനുശേഷം ഞാൻ തിയോളജി പഠിക്കാൻ ധർമാരാം കോളേജിൽ പോയി. അവിടെയാണ് ഫിലോസഫി പഠിച്ചതും. അങ്ങനെ 6 കൊല്ലം അവിടെ ഞാൻ എൻ്റെ ദൈവിക പഠനം പൂർത്തിയാക്കി. അതിനുശേഷം 1975 എനിക്ക് വൈദിക പട്ടണം ലഭിച്ചു. അതിനുശേഷമാണ് ഞാൻ മഹാരാജാസ് കോളേജ് ചേരുന്നത്. മഹാരാജാസ് കോളേജ് ചേരുമ്പോൾ അവിടുത്തെ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് M. കൃഷ്ണൻ നായർ, അദ്ദേഹം എന്നോട് വലിയ താല്പര്യമായി. കാരണം ഞാൻ അന്ന് എഴുതിയിരുന്നു. എൻ്റെ ഒരു പുസ്തകം പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചപ്പോൾ ആശാനിലെ ദാർശനികൻ എന്ന പേരിൽ ഒരു വലിയ പുസ്തകം പബ്ലിഷ് ചെയ്തു. അത് MAക്ക് ടെക്സ്റ്റ് ബുക്കായി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ ഈ എഴുത്തിനോട് താല്പര്യമായിരുന്നു. കുറേ പുസ്തകങ്ങൾ ആ കാലത്ത് പബ്ലിഷ് ചെയ്തു. ഞാനിവിടെ പഠിക്കുമ്പോൾ തന്നെ BA പഠിക്കുമ്പോൾ തന്നെ വളരെയധികം പുസ്തകങ്ങൾ ഞാൻ ഇറക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് മഹാരാജ് ചെല്ലുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. അങ്ങനെ അദ്ദേഹം എന്നെപ്പറ്റി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെന്ന് 3 സ്ഥലങ്ങളിൽ എഴുതി. കലാകൗമുദിയിലും മലയാളനാട്, മനോരമ, ഇവിടെ 3 സ്ഥലത്തും എഴുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാകാൻ സാധിച്ചു. അതോടൊപ്പം ഒരു പുസ്തകത്തിന് ഞാൻ അവതാരിക തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കാറില്ലായിരിക്കും, പക്ഷേ അച്ഛൻ കൊണ്ടുവരും, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുളം തണ്ട് എന്ന പുസ്തകത്തിന് അദ്ദേഹം അവതാരിക എഴുതുകയും അതെനിക്ക് KCBC അവാർഡ് ലഭിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് കേട്ടോ, എൻ്റെ കഴിവല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലങ്ങളിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള M. കൃഷ്ണൻ നായർ സാർ ഉൾപ്പെടെ സാനു മാഷ്, MK സാനു മാഷ്, പിന്നെ ലീലാവി ടീച്ചർ, M. തോമസ് മാത്യു, TR ഓമനക്കുട്ടൻ തുടങ്ങി എല്ലാ പ്രഗത്ഭരായ വ്യക്തികളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് വലിയ ഒരു പ്രചോദനമായി. ഭാവിയിലെ ഒരു അധ്യാപകനാകാനുള്ള സന്ദേശം അതിൽ നിന്ന് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അച്ഛനിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അച്ഛനൊരു എഴുത്തുകാരനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കവിയാണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പൗരോഹിത്യം എന്ന മേഖലയെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? ഞാൻ പൗരോഹിത്യം തിരഞ്ഞെടുത്തൊരു ദൈവവിളിയാണ് എന്ന് സമ്മതിക്കുന്നു, എങ്കിൽ കൂടി പൗരോഹിത്യം തിരഞ്ഞെടുത്തുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത്, അല്ലാണ്ട് അങ്ങനെ ആയിട്ട് വന്നതല്ല. അപ്പോൾ ഈ പൗരോഹിത്യ സ്വീകരണത്തിനുള്ള ഒരുക്കത്തോടു കൂടി തന്നെ ഈ സാഹിത്യ സംരംഭവും, ഞാൻ നല്ലൊരു വായനക്കാരനായിരുന്നു. ധർമാരാം കോളേജിലെ ലൈബ്രറിയിലെ മിക്കവാറും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, മലയാള സാഹിത്യത്തിലെ മിക്കവാറും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായനയുടെ തന്നെ എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആശാനിലെ ദാർശനികൻ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത്. അതിനുശേഷം കവിതകളുടെ സമാഹാരങ്ങൾ ധാരാളം. അവസാനം ഞാൻ
എല്ലാ കവിതകളും സമാഹരിച്ചു. അങ്ങനെ 6 പുസ്തകങ്ങളിലാക്കി. കമാനം, കവാടം, കടാകം, കടാക്ഷം, കപോലം തുടങ്ങിയ പേരുകൾ, ഒരു പൊതുവെയുള്ള പേരുകളിൽ അത് 6 വലിയ വോളിയങ്ങൾ. അതിൽ കമാനം എന്ന പുസ്തകം തന്നെ 1000 പേജുണ്ട്. പിന്നെയുള്ളതൊക്കെ 500 പേജ് ഇതാക്കി. കാരണം ഒരാൾ പറഞ്ഞു, ഈ കമാനം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് എൻ്റെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പുസ്തകമായതുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ നിർത്തി. 500 പേജ് ആക്കി. അങ്ങനെയാണ് ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയത്. മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. തേജോമയൻ എന്ന മഹാകാവ്യം. അത് സെൻറ്റ് പോളിൻ്റെ ബോധധാരയിലൂടെ ക്രിസ്തു ചരിതം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മഹാകാവ്യം ഇല്ല. കാരണം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന പ്രമേയം മഹാകാവ്യത്തിൽ ആദ്യമാണ്. നോവലിലുണ്ട്, ധാരാളം നോവലുണ്ട്. പക്ഷേ മഹാകാവ്യത്തിലൂടെ ആവിഷ്കരിച്ച് ആദ്യമായിട്ട് ഞാനാണ്. സെയിൻറ്റ് പോളിൻ്റെ വർഷമായിരുന്നു അത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധധാരയിലൂടെ ഇതെല്ലാം ആവിഷ്കരിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അച്ഛൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ നാടകത്തിലും കുറേ പരീക്ഷണങ്ങളൊക്കെ. നാടകങ്ങൾ ഞാൻ 12 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് കാരണം ഇവിടെ തേവരയിൽ തന്നെ സംസ്കാര തിയേറ്റേഴ്സ്, കൊച്ചിൻ സംസ്കാര തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യ നാടകം സേതുഭംഗം എന്ന നാടകം ഞാൻ എഴുതി. അത് വളരെ വിജയിച്ചു. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയി ഞങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം പല നാടകങ്ങൾ എഴുതി. അങ്ങനെ നാടകരംഗത്തും എനിക്ക് എഴുതുവാനുള്ള സാഹചര്യം ഉണ്ടായി. അവയ്ക്ക് പാട്ടുകൾ എഴുതാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. നാടക ഗാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരി. അച്ഛനപ്പോൾ ഈ PhD എടുത്തിരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടും മലയാളവും എന്ന് പറയുന്ന മലയാള സാഹിത്യവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ മലയാളത്തിൻ്റെ പിതാവാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം ജർമ്മനിയിലെ ഒരു സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ തോന്നിയത് മലയാള ഭാഷയെപ്പറ്റി അദ്ദേഹത്തിനാണുള്ള ആധികാരികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാനും മലയാള ഭാഷയുടെ ആധികാരിക വ്യക്തിത്വമാകാൻ ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അന്ന് നോക്കിയപ്പോൾ 27 പുസ്തകങ്ങളേ ഉള്ളൂ അദ്ദേഹം എഴുതിയത്. അത് പോരല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലോക ലൈബ്രറികൾ മുഴുവൻ പോയി. ആദ്യം ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ പോയി. അവിടെ 1-2 മാസം അവിടെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ കിട്ടി. അതിനുശേഷം വത്തിക്കാൻ ലൈബ്രറിയിൽ പോയി. അവിടെ നിന്നും കുറേ അധികം കിട്ടി. പിന്നെ ന്യൂയോർക്കിൽ ലൈബ്രറിയിൽ പോയി. പിന്നെ വാഷിങ്ടൺ ലൈബ്രറിയിൽ പോയി. ഫിലാഡൽഫിയ ലൈബ്രറിയിൽ പോയി. പിന്നെ കാനഡയിലെ ലൈബ്രറിയിൽ പോയി. ഇങ്ങനെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോയി. ജർമ്മനിയിൽ അത് ഈ ഗുണ്ടർട്ട് താമസിച്ച് പഠിച്ച സ്ഥലത്ത് തന്നെയുള്ളതാണ് ഈ ട്യൂബിംഗ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിക്കാണ് ഗുണ്ടർട്ട് എല്ലാ പുസ്തകങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് ഗവേഷണം നടത്താൻ സാധിച്ചു. കൂടാതെ ഗുണ്ടർട്ടിൻ്റെ വീട്ടിൽ താമസിക്കാൻ സാധിച്ചു കുറേ ദിവസം. അങ്ങനെയും കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് അവിടെ പഠിക്കാനും. അവിടെ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ താളികോല ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം തട്ടിമ്പുറത്ത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അത്രയധികം പുസ്തകങ്ങൾ അവിടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുറം ലോകം. അതെ, അതെല്ലാം അദ്ദേഹം പിന്നെ ട്യൂബിംഗ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. അങ്ങനെ ട്യൂബിംഗ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അതെല്ലാം കൈയാളുന്നത്. അച്ഛനപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ സന്ദർശിച്ചു. ഒരുപാട് എല്ലാ രാജ്യങ്ങളും. മാത്രമല്ല അച്ഛന് 2 PhD ഉണ്ട്. ഒന്ന് ഡോക്ടർ ഓഫ് ഫിലോസഫി, അത് PhD. മറ്റേത് ഡിലിറ്റ്, അതായത് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ഭാഷയിലും സാഹിത്യത്തിലും PhD ഉണ്ട്. ശരി. അച്ഛനപ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഏകദേശം ഒരു 10 ഭാഷകളിൽ 10 ലോക ഭാഷകൾ ഉണ്ട്. ജർമ്മൻ ഭാഷ പൂനെയിൽ പോയി പഠിച്ചു. കാരണം ജർമ്മനിയിൽ ഞാൻ 5 പ്രാവശ്യം പോയിട്ടുണ്ട് ജർമ്മനി പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരച്ഛനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എല്ലാ ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ നോക്കുന്നത്. അദ്ദേഹം ഒത്തിരി രാജ്യങ്ങളിൽ എന്നെ കൊണ്ടുപോയി. ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും. ഏകദേശം എത്ര രാജ്യത്ത് പോയിട്ടുണ്ടാവും? എന്തോ ഏകദേശം എത്ര രാജ്യത്ത് പോയിട്ടുണ്ടാവും? എനിക്കാണ് 10-12 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ ജർമ്മൻ, ലാറ്റിൻ, സിറിയക്ക്, സ്പാനിഷ്, ഇറ്റാലിയൻ തുടങ്ങി പല ഭാഷകളും ഞാൻ, സംസ്കൃതം അല്ല നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഭാഷകളൊക്കെ, അതെല്ലാം കൂടി കുറേ ഭാഷകൾ, എല്ലാം വലിയ കാര്യമായിട്ടല്ല എങ്കിലും ചില ഭാഷകളിൽ എനിക്ക് കൂടുതൽ വ്യുത്പത്തിയുണ്ട്. ഈ ഭാഷകളുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു മലയാള അധ്യാപകനായിരുന്നു. അധ്യാപകൻ മാത്രമല്ല ദേവഗിരി കോളേജിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് 20 വർഷം അവിടെ ഞാൻ 20 വർഷം അവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. പക്ഷേ അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ കുറച്ച് ഈ മലയാള ഭാഷയുടെ ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ ഈ മലയാളം മരിക്കുന്നു എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? മലയാളം മരിക്കുന്നു എന്നുള്ളത് ആധുനിക സാഹിത്യത്തെ തന്നെ നമുക്ക് പല തലങ്ങളായിട്ട് തിരിക്കാം. ആധുനിക സാഹിത്യം, അത്യാധുനിക സാഹിത്യം, അത്യന്താധുനിക സാഹിത്യം, അതീവാത്യന്ത സാഹിത്യം, ആധുനികോത്തരിക സാഹിത്യം എന്നിങ്ങനെ പല. പക്ഷേ ഇതെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് തിരിഞ്ഞ് പുതിയ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മലയാള ഭാഷ മരിക്കുന്നതായിട്ട് തോന്നുന്നു.
അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുതിയ കവികൾക്ക് വൃത്തം വേണ്ട, അലങ്കാരം വേണ്ട, ഭാഷാ ചാതുരി വേണ്ട, വെറുതെ എന്തെങ്കിലും എഴുതി വിട്ടാൽ അത് കവിതയായെന്ന് വിചാരിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ലൈഫൊന്നും ഇല്ലാതെ. അതെ, ഒരു ലൈഫ്. ഞാൻ ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ട്. വൃത്തമഞ്ജരി, അലങ്കാര ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് മലയാള ഭാഷയെ കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ മാതൃഭൂമി ആഴ്ചവെപ്പ് മിക്കവാറും എല്ലാം വായിക്കും. അപ്പോൾ അതിനകത്ത് പഴയ കാലത്ത് ഞാനും കുറേ എഴുതിയിട്ടുണ്ട് മാതൃഭൂമി ആഴ്ചവെപ്പിൽ. ആ പഴയ കാലത്തെ കവിതകളും ഇപ്പോഴത്തെ കവിതകളും നോക്കുകയാണെങ്കിൽ വെരി ഡെഡ് എന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇന്നത്തെ മലയാള കവിത. വായിൽ തോന്നി എഴുതി കൂട്ടുക, അത് കവിതയാണെന്ന് പറയുക. അല്ലാതെ ഇവർക്ക് യാതൊരു ചമത്കാരവുമില്ല, വൃത്തമില്ല, ഭാഷയില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് ഈ എഴുത്തുകാരുടെ നിലവാരം കുറയുന്നതാണോ? അതല്ല, അത് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അത് നമ്മൾ അനുകരിക്കാൻ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു അതുപോലെ തന്നെ എന്ത് എഴുതിയാലും സാഹിത്യമാകുന്നുള്ളൊരു വിചാരം വരുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ ആവുന്നു. ശരി. അച്ഛനിപ്പോൾ ഈ കുറേ നാൾ ഈ അധ്യാപനത്തിലൊക്കെ എത്ര 30 വർഷം 20 വർഷത്തോളം അധ്യാപനത്തിലൊക്കെ. അവിടെ 20 വർഷം, മംഗലപ്പുഴ സെമിനാരിയിൽ 2-3 വർഷം, വേറെ ഒരു സ്റ്റാർ ജീസസ് സ്കൂളിൽ 6 വർഷം, പിന്നെ രാജഗിരി സ്കൂളുകളിൽ കുറച്ച്, അങ്ങനെ പല സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കോളേജിൽ ദേവഗിരി കോളേജിലാണ്. അച്ഛനപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളുടെ ഇടയിലോട്ട് ഒരു പുരോഹിതൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഇതെങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ ലോഹയൊക്കെ ഇട്ട് ചെല്ലുവാണെങ്കിൽ ആ ഒരു ഇതെങ്ങനെയായിരിക്കും? ഞാനൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. കുട്ടികളെ സ്വന്തം കൂട്ടുകാരായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് അവർക്ക് എന്നോട് താല്പര്യമാണ്. എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എൻ്റെ അടുത്ത് വരാൻ സംസാരിക്കാൻ, അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റേത്. അതുകൊണ്ട് ആർക്കും ഞാനൊരു കർക്കശക്കാരന് തോന്നിയില്ല. കൂടുതൽ ആൾക്കാരെ എന്നോട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുറത്തിറങ്ങിയാലും, ഇപ്പോൾ കോഴിക്കോട്ട് ഞാനൊരു കാലിക്കറ്റ് ബുക്ക് ക്ലബ് സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ സുകുമാർ അഴീക്കോട് സാർ തുടങ്ങി എല്ലാ പ്രസിദ്ധ സാഹിത്യകാരന്മാരും അവിടെ വരുമായിരുന്നു. അങ്ങനെ സാഹിത്യകാരന്മാരുടെ നല്ലൊരു നിര അവിടെയുണ്ട്. അവരായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു. അങ്ങനെ എല്ലാ തരത്തിലും അവിടുത്തെ ജനങ്ങളോടും വലിയ താല്പര്യമായിരുന്നു, ജനങ്ങൾ എന്നോടും താല്പര്യമായിരുന്നു. അച്ഛന് ഈ 2025 എന്ന് പറയുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50ാം നിറവിലേക്ക് എത്തി നിൽക്കുകയാണ്. 1975 അല്ലേ? 1975 തേവരെ തന്നെ വെച്ചാണ് ഞാൻ വൈദിക പട്ടം സെബാസ്റ്റ്യൻ മംഗുഴിക്കരി പിതാവിൽ നിന്നല്ലേ? അപ്പം അന്ന് കൈവെപ്പ് എന്തി എന്നുള്ള ഈ 50 വർഷത്തെ ഈ പൗരോഹിത്യ ശുശ്രൂഷ അതിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ഞാൻ വളരെയധികം പള്ളികളിലും എല്ലായിടത്തും പോയി സഹായിക്കും. ആര് വിളിച്ചാലും പോകും. എനിക്കങ്ങനെ മടിയില്ല. ഒരു ദിവസം 2-3 കുർബാന എല്ലാറുണ്ട്. ഈ ദിവസങ്ങളിൽ നാളെ എനിക്ക് 3 ഉണ്ട്. അങ്ങനെ കുർബാനയ്ക്കും മറ്റ് കർമ്മങ്ങൾക്കും എവിടെ പോകാനും എനിക്ക് താല്പര്യമാണ്. ഞാൻ പോവുകയും ചെയ്യും. അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് അച്ഛനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടന എന്ന് പറയുന്നത് ഈ രാവിലെ 2 മണിക്ക് എണീറ്റാണ് അച്ഛൻ്റെ എഴുത്ത് തുടങ്ങുന്നത് എന്ന ഒരു, അതെന്തുകൊണ്ട് ആ ഒരു സമയം ഈ നമ്മൾ ഈ പാതിരാത്രി എന്നൊക്കെ പറയുന്ന ആ സമയം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം? ആദ്യം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിരുന്നു, പിന്നെ 3 മണിക്ക് എഴുന്നേറ്റിരുന്നു. 25 വർഷമായിട്ട് 2 മണിക്കാണ് എഴുന്നേക്കണത്. അതായത് 9 മണിക്ക് കിടക്കും, നല്ല സുഖമായി ഉറങ്ങും, 2 മണിക്ക് എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റ ഒരു ഗുണമുള്ളത് ആരും ശല്യമില്ല, വളരെ കാമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ആശയങ്ങളും അനുഭൂതികളും ഉണ്ടാകുന്ന സമയമാണ്. എഴുതാൻ മിക്കവാറും ഞാൻ 10 പാട്ടൊക്കെ എഴുതും ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ആരാധനാ സംഗീതങ്ങൾ. അച്ഛനൊരു ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാമോ? പള്ളിയിൽ പാടുന്ന പാട്ട് മതിയാ? ക്രിസ്മസ് പാടുന്നില്ല? ഒന്നുമില്ല. ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ താളമായി, അങ്ങനെയുള്ള ആ പാട്ടൊക്കെ പോലെ. അത് മാർപ്പാപ്പ വന്നപ്പോൾ പാടിയ പാട്ടാണ് ഇവിടെ. അന്ന് കോട്ടയത്ത് വന്നപ്പോൾ എല്ലാ പാട്ടുകളും ഞാൻ എഴുതിയത് മലയാളത്തിലെ. എറണാകുളത്ത് 2 പാട്ട് എഴുതി, തൃശ്ശൂർ എഴുതി, അങ്ങനെ പല സ്ഥലങ്ങളിലും എഴുതാൻ സാധിച്ചു. അച്ഛൻ പാട്ടുകൾ കേൾക്കാറില്ലേ? പിന്നെ പാട്ട് ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ഏത് തരത്തിലുള്ള? എനിക്ക് അടിപൊളി പാട്ട് വലിയ താല്പര്യമില്ല. ഈ പുതിയ കുറച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രാഗമാണിക്യം. അതായത് മലയാളത്തിലെ രാഗങ്ങളിൽ വന്നിട്ടുള്ള സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും. അതിനെല്ലാം ഏത് രാഗങ്ങളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഡീപ്പായിട്ട് സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും 6 വർഷത്തെ എൻ്റെ പഠനത്തിൽ കുറേയധികം ഹിന്ദുസ്ഥാനി, കുറച്ചധികം കർണാട്ടിക്, ഈ രാഗങ്ങൾ പഠിക്കാൻ സാധിച്ചു. ആ രാഗങ്ങൾ ഏതെല്ലാം പാട്ടുകളിലുണ്ടെന്ന് മനസ്സിലാക്കി എഴുതിയ ഒരു വലിയ പുസ്തകമാണ് ഈ രാഗമാണിക്യം. അച്ഛാ, അപ്പോൾ ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ അനേകരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതും അനേകർക്ക് പ്രചോദനമാകുന്നതൊക്കെ എന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.
സോ താങ്ക് യു. താങ്ക് യു. ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും.